പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ സരയുവിൽ വീണ്ടും എത്തിച്ചേർന്നു. ആകെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ചെടികളെല്ലാം ഇനിയും ലെവൽ ചെയ്യണം. എല്ലാം ആകെ മൊത്തം. തെങ്ങിൻ്റെ ചോട് മുഴുവനും മുക്കുറ്റിയാണ്. മുക്കുറ്റി ഒക്കെയാണ്. എല്ലാം മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കണം. മൊത്തം ഇനിയെല്ലാം 2 ദിവസത്തെ പണിയാണ്. ഇതാണ് നമ്മുടെ സാക്ഷാൽ പൂജയ്ക്കൊക്കെ എടുക്കുന്ന എണ്ണയൊക്കെ കാച്ചുന്ന നമ്മുടെ തെച്ചിയില്ലേ, അതിൻ്റെ കായാണ് ഈ കാണുന്നുണ്ടോ. ഈ കായ തിന്നാനൊക്കെ നല്ലതാണ് കേട്ടോ. എല്ലാം കയറി ഒന്നിച്ച് കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഉണ്ടോ, നിറയെ പൂത്തുലഞ്ഞ് നിൽക്കുന്നില്ല. ഇനി ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്യണമെങ്കിൽ 2-3 ദിവസത്തെ പണിയാണ്. എല്ലാം നിറച്ച് ചെമ്പകമൊക്കെ നിറച്ച് പൂത്ത് കിടക്കുന്നു. ചെമ്പകമൊക്കെ നിറച്ച് പൂത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ചെമ്പകം പൂത്ത് നിൽക്കുകയാണ്. വെട്ടമില്ലാത്തതുകൊണ്ടൊന്നും കാണുന്നില്ല. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നില്ലല്ലോ, മഴ പെയ്തിരുന്നല്ലോ. ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയാൽ മുഴുവൻ കാടാണ്. എൻ്റെ കറിവേപ്പും എല്ലാം പോയി കിട്ടി. എല്ലാം ഉണ്ടോ, ചേനയൊക്കെ പിഴാനായിരിക്കുക, തണ്ടൊക്കെ ആയി കിടക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തം ഒരു കണ്ടീഷനായി കിടക്കുക. നമ്മളൊരു ഏകദേശം 1 മാസമായില്ലേ നമ്മളിപ്പോൾ ഇവിടുന്ന് പോയിട്ട്. അത് കാരണം ഉള്ള അവസ്ഥകളാണ്. ഒക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു കൊലയൊക്കെ അങ്ങനെ വിരിഞ്ഞ് വന്നിരിക്കുന്നു. വലിയ കൊലയാണെന്ന് തോന്നുന്നു, പക്ഷെ ക്ലിയർ ആകുന്നില്ല. അങ്ങോട്ടൊന്നും എനിക്ക് പോകാൻ വയ്യ. കാന്താരിയൊക്കെ ഉണ്ടോ, പഴുത്ത് നിൽക്കുക. കാന്താരി എല്ലാം ഉണ്ടോ, പഴുത്ത് നിൽക്കുക. കാന്താരി നിറച്ച് മുളക് പഴുത്ത് നിൽക്കുകയാണ്. എൻ്റെ അമ്മ ഇനി ഇതെല്ലാം ഒന്ന് പറിക്കണം വന്നു. ഉണ്ടോ, കാന്താരി എല്ലാം പഴുത്ത് നിൽക്കുന്നു. ഇനി ഇതെല്ലാം ഒന്ന് പറിക്കണം, കുറച്ച് കഴിയട്ടെ. തൊടിയെ ആകെ മാറിപ്പോയിരിക്കുന്നു. അവിടെ എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി ഇരുന്നു. മനസ്സിന് നല്ല സന്തോഷമായിരുന്നു. ഒക്കെയായിരുന്നു. ഒന്നും അറിയണ്ടായിരുന്നു. മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും ആയിരുന്നു. ഏകാന്തതയൊന്നുമില്ലായിരുന്നു. എന്നാലും സരയൂലെത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളായത്. കുട്ടികളുടെ കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്ത് മക്കളുടെ കൂടെ ആണെങ്കിൽ പോലും ഒരു വ്യത്യാസമുണ്ട് അതിനല്ലേ. കാട് പിടിച്ച് കിടക്കും. 2-3 ദിവസത്തെ പരിശ്രമം വേണം ഇതെല്ലാം നന്നാക്കിയിടണ്ട. കുരുമുളക് പൊടിയൊക്കെ നിറച്ച് കായായിട്ടുണ്ട്. ഇത്രയും ഒരുപാട് കാലമായി ഞങ്ങൾ പോയിട്ടെന്നുള്ളൊരു തോന്നലാണ്. കുമ്പളമൊക്കെ നിറയെ പൂത്തിരിക്കുന്നു. 1-2 കായും ഉണ്ട്, ചെറുതാണ്. ഇവിടം വരെയും വന്ന് കിടക്കുക കുമ്പളം. ഉണ്ടോ, കായ നോക്കൂ, ചെറിയ കായ്കൾ കണ്ടോ. അങ്ങനെ നിറയെ ഉണ്ട്. ഇതിനൊക്കെ ഇനി മെല്ലെ വന്ന് ഇങ്ങോട്ടൊക്കെ പിടിച്ചിടണം, അല്ലെങ്കിൽ അവരൊക്കെ കേട് വന്നു പോകും. ഇതിനി പറിക്കാനാക്കും. ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വരുന്നവർ വേണേൽ ഇതെല്ലാം പറിച്ച് കളയും. മാഷക്കൊരു പെടലി വേദന, അല്ലെങ്കിൽ മാഷിറങ്ങി എല്ലാം ചെയ്തേനെ. പെടലിക്കൊരു വേദന എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചെയ്യും. ഇനി
ഒന്ന് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നില്ലേ, നമ്മുടെ ശാന്തമ്മയെ ഒന്ന് വിളിക്കണം. താമരക്കുളം പണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ല, ആ ചട്ടി എവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അതിനകത്തൊക്കെ ഞാൻ ഓരോന്ന് നട്ടിരുന്നു, അതെല്ലാം പോയി. ഇനിയെല്ലാം മാന്തൈയൊക്കെ ആയി കിടക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തം ഒരു അഴുകുത്തായിട്ട് കിടക്കുകയാണ്. ഇതെല്ലാം ഇനി ഒന്ന് ലെവൽ ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഈ ചീമച്ചമ്പൊക്കെ പറിക്കാനായി കിടക്കുക. ഇവിടുത്തെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. നമ്മുടെ അപ്പുറത്തെ വീട്ടുകാർ ഈ മതിൽ നമ്മുടെയല്ല, അതുകൊണ്ടാണ് തേക്കാതെ കിടക്കുന്നത് ഉണ്ടോ. പക്ഷേ നമുക്ക് ഒരു മാസം 2 പ്രാവശ്യം ഇതിൻ്റെ പുല്ലൊക്കെ പറിച്ച് ക്ലീൻ ചെയ്യാൻ ഒരാളിനെ നിർത്തണം. അതാണ് സാരമില്ല, അവർ ചെയ്യാം, നമ്മളെന്ത് ചെയ്യാൻ. നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ പറയും വേണ്ട, ഞങ്ങൾ ചെയ്യാം, ആളിനെ കിട്ടട്ടെ. ഉണ്ടോ. എൻ്റെ തുളസി എല്ലാം ചട്ടിക്കകത്തുനിന്ന് കരിഞ്ഞു പോയി. ഇത് അവിടോട്ട് വെച്ചോളൂ. ശ്രീകുമാറാണോ? ഞാൻ ഫുഡിന് ഓർഡർ ചെയ്തിട്ടുണ്ടേ. അയാളാന്ന് വിചാരിച്ചാൽ ഈ കസേര വയ്ക്കുമോ ശ്രീകുമാർ? മതി. ഞാൻ വിചാരിച്ചു സൊമാറ്റോയിന്നേ ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അവരാന്ന് അത് അങ്ങോട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞേ. എത്രയായി ശ്രീകുമാർ? ഓ ആയിക്കോട്ടെ. അപ്പോൾ ശ്രീകുമാറിന് ഫുഡ് എങ്ങനെയാ? അതെയോ? ബീന എന്നാ വരുന്നേ? ആയിക്കോട്ടെ. ഓ അവളില്ലാത്തതുകൊണ്ട് എന്തോ പോലെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയില്ലേ ബീന എന്ന്. ഞാൻ വന്നപ്പോഴത്തേക്ക് അവൾ നാട്ടിൽ പോയിരിക്കുക. അപ്പോൾ അവിടെ ഹസ്ബൻഡാണ്. ഞാൻ വിചാരിച്ചു സൊമാറ്റോയിൽ നിന്ന് ഫുഡ് ഇഡ്ഡലി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അന്നേരം അതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞത്. ശ്രീകുമാറിനോട് ഞാൻ വരുന്ന വഴി, ശ്രീകുമാർ പുറത്തേക്ക് പോയതാണ്, അപ്പോൾ വരുന്ന വഴി എനിക്ക് ഇത്തിരി ഇഞ്ചി വേണമെന്ന് പറഞ്ഞായിരുന്നു. അത് ഫുഡാണ് കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഞാൻ അവിടെ വെച്ചോളൂ എന്ന് അവരോട് പറഞ്ഞു. അവരെ കണ്ടില്ല ഞാൻ. അങ്ങനെ കണ്ടില്ലേ, കുറേ കാലമായിട്ട് ഉണ്ടോ എൻ്റെ കോവലെല്ലാം നിറച്ച് പഴുത്ത് കിളി തിന്നിരിക്കുകയാണ്. ഒക്കെ കോവയ്ക്കെല്ലാം പഴുത്ത് എന്തൊക്കെയോ തിന്നു. മോളിങ്ങോട്ടൊന്നും വന്നില്ല, ഇടയ്ക്കെന്ന് തോന്നുന്നു. ഓ അവൾ വന്നാലും ഇതൊന്നും പറിച്ചുകൊണ്ടൊന്നും പോവില്ല, കുട്ടികളെയും കൊണ്ടൊക്കെ വരുമല്ലേ. എല്ലാം ഇത് കാട് പിടിച്ച് കിടക്കുകയാണ് ഇല്ലേ. നമ്മുടെ പനിക്കൂർക്കൊക്കെ വലിയ തെങ്ങ് പോലെ ആയി കിടക്കുന്നു. ഇങ്ങനെ മുരിങ്ങയെല്ലാം വെട്ടി വെച്ച് പോയതാണ്, എല്ലാം നല്ലോണം വന്നിരിക്കുന്നു. മഴ ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലായിരുന്നെങ്കിൽ മൊത്തവും പോയേനെ. എന്നാലും കുറേയൊക്കെ പോയി. കോവലെല്ലാം പോയി. ഇനി ആദ്യം എല്ലാം ചെയ്യണം. എന്താ മണിത്തക്കാളിയുണ്ടോ? മണിത്തക്കാളിയാണ്. ഇതാ നിറച്ച് കായുണ്ട് മണിത്തക്കാളി. മണിത്തക്കാളിയുടെ കാ കണ്ടോ? പഴുക്കാത്തപ്പോൾ പച്ച നിറവും, പഴുക്കുമ്പോൾ എന്താ കറുപ്പ് നിറവും. അതാണ് മണിത്തക്കാളി. ഈ കായ തിന്നാൽ വയറിനൊക്കെ നല്ലതാണ്. മണിത്തക്കാളി ഞാൻ തിന്നു. അത് ഉണ്ടോ? എന്തൊരു സ്വാദാന്നറിയാം. ഒരു പുളിപ്പും മധുരവും ഒക്കെ കൂടാണ്. കോവൽ നിറയെ പിന്നെയും പൂത്തിട്ടുണ്ട്. കോവയ്ക്കെല്ലാം പോയി, കുറേ പഴുത്ത് കിടപ്പുണ്ട്, കുറേ കിളികൾ തിന്നു. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ. ചേമ്പെല്ലാം ഞാനുണ്ട് എത്ര പ്രാവശ്യം ഇതിൻ്റെ തണ്ടൊക്കെ കറി വെച്ച് കഴിഞ്ഞല്ലേ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അതിനിടയിൽ കൂടെ എൻ്റെ 3 കൊല്ലം പ്ലാവ് അടുത്ത കൊല്ലം കായ്ച്ചാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വെട്ടിക്കളഞ്ഞ് ഞങ്ങളുടെ പ്ലാവൊക്കെ ഒന്ന്. വെള്ളപ്പൊക്കം വന്ന കാലം പേടിച്ചിട്ട് മാഷ് ഞങ്ങൾ 3
എതിരെ കൂടെയൊക്കെയോ കോവൽ, അവിടെ നിന്നുള്ള കോവൽ ഇതാ ഇത്രയും ദൂരെ ഇവിടെയൊക്കെ പടർന്നു വന്നിരിക്കുന്നു. കറ്റാർവാഴ എല്ലാം കരിഞ്ഞു പോയി, വെള്ളം ഒഴിക്കാതെ എല്ലാം കരിഞ്ഞു പോയി. ഇനി ഇവരെയൊക്കെ ആദ്യമേ സംരക്ഷിക്കണം. അതിനകത്തൊക്കെ അയ്യോ കാന്താരി മുളക് എത്രയാ ഉണ്ടായി കിടക്കുന്നു. എല്ലാം ഇതാ പുല്ല് ഇതാ അതാ അതിനൊക്കെ ഉണ്ടോ ഇതെല്ലാം മുളകൊക്കെ കരിഞ്ഞു, എന്നാലും കായുണ്ട് കണ്ടോ. പച്ചമുളകിലൊക്കെ ഒന്നും ചെയ്യാഞ്ഞിട്ടും കായ 2-3 ഉണ്ട്. അത് മുഴുവൻ പുല്ലായിരുന്നു. ഇനി ഇതെല്ലാം പറിച്ച് ചെണ്ടുമല്ലി ഇതാണ്. ഇത് മഷിത്തണ്ട് ഞാൻ വളർത്തുന്നതാണ് കേട്ടോ. ഇതൊരു ദിവസം ഞാൻ കൂട്ടാൻ വെച്ച് നിങ്ങൾക്ക് തരാം. നല്ലതാണ്. നമ്മൾ ചെമ്മീൻ കറി വെച്ച പോലെ ഇരിക്കും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സരയൂലെ വിശേഷങ്ങൾ. ഇപ്പോൾ വന്നപ്പോൾ ഇവിടെ കിടക്കുന്ന കോലം നിങ്ങളെ കാണിക്കണ്ടേ, അതിനുവേണ്ടി ഞാൻ കാണിച്ചതാണ്. മുക്കുറ്റി ഇഷ്ടം പോലെ പൂത്തുനിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ആസ്ഥാനത്തെത്തിച്ചേർന്നു. ആസ്ഥാനം മണ്ഡപമോ മന്ദിരമോ എന്ത് വേണേലും പറയാം. ഒക്കെ പറഞ്ഞാലും പിള്ളേരുടെയൊക്കെ അവിടെ ആകുമ്പോൾ നല്ല സന്തോഷമാണെങ്കിൽ പോലും ഇവിടെ വരുമ്പോൾ വല്ലാത്തൊരാശ്വാസമുണ്ട് നമ്മുടെ, അല്ലേ? എല്ലാവർക്കും അങ്ങനെയല്ലേ? നമ്മൾ നമ്മുടെ മക്കളുടെ കൂടോ ഒക്കെ എവിടെയൊക്കെ പോയാലും നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒരു ആശ്വാസം, അല്ലേ? നിങ്ങൾക്കും അങ്ങനല്ലേ? അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച, എന്നെ കണ്ടുകൊണ്ടിരുന്ന, ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു നല്ല നമസ്കാരം.